പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് ഈ നോമ്പുകാല ചിന്തകളിൽ അടുത്ത 10 മിനിറ്റ് നേരം ധ്യാനിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യം യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 29-ാമത്തെ വചനത്തിൽ സ്നാപക യോഹന്നാൻ യേശുവിനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയുന്ന ഒരു പ്രസ്താവനയുണ്ട്, ഒരു വചനമുണ്ട്. ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത് ലോകത്തിൻ്റെ പാപം നീക്കുന്ന എന്നോ അല്ലെങ്കിൽ ലോകത്തിൻ്റെ പാപം വഹിക്കുന്ന എന്നോ രണ്ട് അർത്ഥം വരുന്ന വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ലോകത്തിൻ്റെ പാപം നീക്കുന്ന, ലോകപാപം വഹിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. അങ്ങനെ സ്നാപക യോഹന്നാൻ പറയാനൊരു കാരണം കിടപ്പുണ്ട്. അത് പഴയ നിയമത്തിലെ ഇസ്രായേൽ ജനത അനുവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അതായത് ലേവ്യരുടെ പുസ്തകം 16-ാം അധ്യായത്തിൽ 3 മുതലുള്ള വചനങ്ങൾ ഞാൻ ഒന്ന് വായിക്കാം. അഹറോൻ, മോശയുടെ അർദ്ധ സഹോദരനാണ് അഹറോന് പൗരോഹിത്യമുണ്ട്. അഹറോൻ പാപപരിഹാര ബലിക്കൊരു കാളക്കുട്ടിയെയും ദഹന ബലിക്കൊരു മുട്ടാടിനെയും കൊണ്ടുവരണം. ഇസ്രായേൽ സമൂഹത്തിൽ നിന്ന് അവൻ പാപപരിഹാര ബലിക്കായി 2 ആൺകോലാടുകളെയും ദഹന ബലിക്കായി ഒരു മുട്ടാടിനെ എടുക്കണം. അഹറോൻ തനിക്ക് വേണ്ടി പാപപരിഹാര ബലിയെ കാളക്കുട്ടിയെ അർപ്പിക്കണം. അങ്ങനെ തനിക്കും കുടുംബത്തിനും വേണ്ടി പാപപരിഹാരം ചെയ്യണം. അനന്തരം 2 കോലാടുകളെയും സമാഗമ കൂടാരത്തിൻ്റെ വാതുക്കൽ കർത്താവിൻ്റെ സന്നിധിയിൽ കൊണ്ടുവരണം. ഈ സമാഗമ കൂടാരം എന്ന് പറയുന്നത് ഇസ്രായേൽ ജനത്തിൻ്റെ അവരുടെ ദൈവസാന്നിധ്യത്തിൻ്റെ അടയാളമായ വാഗ്ദാന പേടകം സൂക്ഷിച്ചിരിക്കുന്ന കൂടാരമാണ്. അത് ജെറൂസലേം ദേവാലയ സോളമൻ്റെ കാലത്ത് പണി കഴിപ്പിച്ചതിന് ശേഷമാണ് ഹോളി ഓഫ് ഹോളീസ് എന്ന് പറയുന്ന അതിവിശുദ്ധ സ്ഥലത്ത് സ്ഥാപിച്ചത്. സ്വർണ്ണം കൊണ്ട് പൊതിഞ്ഞ ആ വാഗ്ദാന പേടകം വെച്ചിരിക്കുന്ന, അതിന് മുകളിൽ കൃപാസനം, 2 മാലാഖമാരിങ്ങനെ ചിറക് വിരിച്ച് നിൽക്കുന്ന ആ ഒരു മുകൾവശത്താണ് ദൈവം വന്ന് സന്നിഹിതനാകുന്നെന്ന് അവർ വിശ്വസിച്ചിരുന്നു. അത് സൂക്ഷിച്ചിരിക്കുന്ന, ഈ വാഗ്ദാന പേടകം സൂക്ഷിച്ചിരിക്കുന്ന സമാഗമ കൂടാരത്തിന് മുമ്പിൽ ഇതാ അഹറോൻ നിൽക്കുന്നു. ഇനി അടുത്ത ശ്രദ്ധിക്കുക. അഹറോൻ സമാഗമ കൂടാരത്തിന് മുന്നിലേക്ക് 2 കോലാടുകളെ കൊണ്ടുവന്നിട്ട് കുറിയിട്ടിട്ട് ആടുകളിലൊന്നിനെ കർത്താവിനും മറ്റതിനെ അസസ്സേലിനുമായി നിശ്ചയിക്കണം. കർത്താവിനായി കുറിവീണ ആടിനെ കൊണ്ടുവന്ന് പാപപരിഹാര ബലി അർപ്പിക്കണം. എന്നാൽ അസസ്സേലിനായി കുറിവീണ ആടിനെ പാപപരിഹാരം ചെയ്യുന്നതിനും അസസ്സേലിനായി മരുഭൂമിയിലേക്ക് വിട്ടയക്കുന്നതിനു വേണ്ടി ജീവനോടെ കർത്താവിൻ്റെ മുമ്പിൽ നിർത്തണം. ഇത് ലേവ്യരുടെ പുസ്തകം 16-ാം അധ്യായത്തിൽ 3 മുതൽ 10 വരെയുള്ള വചനങ്ങളാണ് ഇപ്പം ഞാൻ വായിച്ചത്. 16-ാം അധ്യായത്തിൻ്റെ 20 മുതൽ 22 വരെയുള്ള വചനങ്ങൾ കൂടെ വായിക്കാം. ശ്രീകോവിലിനും സമാഗമ കൂടാരത്തിനും ബലിപീഠത്തിനും വേണ്ടി പാപപരിഹാരം ചെയ്തതിന് ശേഷം ജീവനുള്ള കോലാടിനെ കൊണ്ടുവരണം. അതിൻ്റെ തലയിൽ കൈകൾ വെച്ചിട്ട് അഹറോൻ ഇസ്രായേൽ ജനങ്ങളുടെ എല്ലാ അകൃത്യങ്ങളും അക്രമങ്ങളും പാപങ്ങളും ഏറ്റുപറയണം. അവയെല്ലാം അതിൻ്റെ ശിരസിൽ ചുമത്തി ഒരുങ്ങി നിൽക്കുന്ന ഒരാളുടെ കൈവശം അതിനെ മരുഭൂമിയിലേക്ക് വിടണം. കോലാട് അവരുടെ കുറ്റങ്ങൾ വഹിച്ചുകൊണ്ട് വിജനപ്രദേശത്തേക്ക് പോകട്ടെ. ആടിന് നയിക്കുന്ന ആൾ അതിനെ മരുഭൂമിയിൽ ഉപേക്ഷിക്കണം. ഇതാണ് ബൈബിളിൽ ലേവ്യരുടെ പുസ്തകത്തിൽ നാം കാണുന്ന വിവരണം. കുറച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആരാണ് ഈ അസസ്സേൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിന് ബൈബിൾ പണ്ഡിതന്മാർ പല അർത്ഥങ്ങളും വ്യാഖ്യാനങ്ങളും നൽകുന്നുണ്ട്. ചിലർ നൽകുന്ന അർത്ഥം പാറക്കെട്ട് എന്നർത്ഥം. കാരണം ഇതിനെ പാറക്കെട്ടിൽ കൊണ്ടുപോയി താഴേക്ക് തള്ളിയിടണം എന്നാണ് പറയുന്നത്. അത് ഞാൻ വിവരിക്കാം. പാറക്കെട്ട് എന്ന അർത്ഥം ചിലർ കൊടുക്കുന്നുണ്ട്. വേറെ ചിലരായിട്ട് പുറത്തേക്ക് അയക്കപ്പെടുന്ന ആട് എന്ന അർത്ഥത്തിൽ അതിനെ കാണുന്നുണ്ട്. എന്നാൽ നമ്മൾ ബൈബിൾ പണ്ഡിതനായ മൈക്കിൾ കാര്യമറ്റച്ചൻ അതിനൊരു വ്യാഖ്യാനം കൊടുത്തിരിക്കുന്നത്, അസസ്സേൽ എന്നത് പിശാചിൻ്റെ പേരാണ് എന്ന് പറഞ്ഞാൽ തിന്മയുടെ മൂർത്തിമത് ഭാവവും മനുഷ്യനെ തിന്മയിലേക്ക് നയിക്കുന്നവരുമായ പിശാച് മരുഭൂമിയിലാണ് വസിക്കുന്നതെന്ന് യഹൂദർ വിശ്വസിച്ചിരുന്നു. മനുഷ്യ സ്ത്രീകളുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടരായി അവരിൽ നിന്ന് മക്കളെ ഉൽപ്പാദിപ്പിക്കുകയും മനുഷ്യരെ യുദ്ധോപകരണങ്ങൾ നിർമ്മിക്കാൻ പഠിപ്പിക്കുകയും പടവെട്ടി മരിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്തതിൻ്റെ പേരിൽ ദൈവം ശിക്ഷിച്ച് മരുഭൂമിയിൽ തളച്ചിട്ടിരിക്കുന്ന പിശാചായി മാറിയ ഒരു ദൈവദൂതനാണ് അസസ്സേൽ എന്ന് BC 2-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട അപ്രമാണിക ഗ്രന്ഥമായ ഏനോക്കിൻ്റെ പുസ്തകം 10-ാം അധ്യായത്തിൽ 4-5 വചനങ്ങൾ കൊടുത്തിട്ടുണ്ട്.
ഏനോക്കിൻ്റെ പുസ്തകത്തിൽ 10-ാം അധ്യായത്തിൽ 4-5 വചനങ്ങൾ പറയുന്നു, മരുഭൂമിയിൽ തളയ്ക്കപ്പെട്ട് കിടക്കുന്ന ശിക്ഷിക്കപ്പെട്ട പിശാചാണ് അസസ്സേൽ. ഇനി അസസ്സേലിനായി കുറുവീണ ആട്, അതെന്താണ് അർത്ഥമിരിക്കുന്നത്? യഹൂദരുടെ ക്രമം അനുസരിച്ച് പാപഭാരം പേറുന്ന ആടിനെ ഒരാൾ മരുഭൂമിയിലേക്ക് നയിക്കും. അതായത് ഈ ആടിനെ സമാഗമ കൂടാരത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഈ അഹറോൻ ഇതിൻ്റെ മേൽ കൈകൾ വെക്കും, ഇത് ശിരസ്സിൽ. പിന്നീട് വന്ന പുരോഹിതന്മാരാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുക. ആ ആടിൻ്റെ മേൽ തലയിൽ കൈവച്ചിട്ട് ഇസ്രായേൽ ജനത്തിൻ്റെ മുഴുവനും പാപങ്ങളും അതിൻ്റെ മേൽ ആരോപിക്കും. ഈ ആട് അവരുടെ മുഴുവനും പാപങ്ങൾ വഹിക്കുന്ന ആടാണ് എന്ന് അവരങ്ങ് വിശ്വസിക്കുന്നു. ഇതിൽ നിന്നാണ് സ്കേപ്പ് ഗോട്ട് എന്നുള്ള ഇംഗ്ലീഷ് വാക്ക് പോലും വന്നത്. എല്ലാവർക്കും പകരമായിട്ട് ഇതാ ഈ ആട് അവർക്ക് വേണ്ടി മരിക്കാനായിട്ട് ഒഴിഞ്ഞിട്ടിരിക്കുകയാണ്. ഇനി ശ്രദ്ധിക്കുക, ആടിനെ നാട്ടിൽ നിന്ന് ഓടിക്കുന്നതിൽ ജനക്കൂട്ടവും പങ്കുചേരും, അവർ അതിൻ്റെ രോമം വലിച്ചു പറിക്കും. ഈ ആടിനെ അവിടെ ഒരുങ്ങി നിൽക്കുന്ന ഒരാളുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ഈ ആടിനെ അവിടെ നിൽക്കുന്ന ആളിതിനെ പിടിച്ചു കൊണ്ടുപോകുന്നു, മരുഭൂമിയിലേക്ക് കൊണ്ടുപോവുകയാണ്. അതിൻ്റെ മേൽ ജനക്കൂട്ടം തുപ്പും, വടികൊണ്ട് അടിക്കും, കുത്തും, പീഡിപ്പിക്കും. എന്നിട്ട് ഈ ആടിനെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? ജെറൂസലേമിൽ നിന്ന് ഏകദേശം 4 കിലോമീറ്റർ കിഴക്ക് മരുഭൂമിയിലുള്ള ഒരു പാറക്കെട്ടിനടുത്തേക്കാണ് ആടിനെ കൊണ്ടുപോകുന്നത്. അവിടെ എത്തുമ്പോൾ കഴുത്തിലെ ചരടിൽ വലിയ കല്ല് കെട്ടി ആടിനെ താഴേക്ക് തള്ളിയിട്ട് കൊല്ലും. ആ സമയത്ത് ദേവാലയ വാതിൽ ബന്ധിച്ചിരുന്ന ചുവന്ന ചരട് ആട് ചാകുന്ന നിമിഷം തന്നെ വെളുക്കുമെന്നൊരു ഐതിഹ്യം പോലും അവരുടെ ഇടയിൽ പ്രചരിച്ചത്. ഏനോക്കിൻ്റെ പുസ്തകത്തിൽ അതുണ്ട്. അപ്പോൾ യഹൂദരുടെ നിലവിലിരുന്നു ഇങ്ങനെ ഒരു ഐതിഹ്യം. ജനം പാപത്തിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെട്ടതിൻ്റെ അടയാളമാണ് എന്ന് ഇത് അവർ വിചാരിച്ചിരുന്നു. ഇനിയാണ് നമ്മുടെ പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് വരേണ്ടത്. യഹൂദർ പാരമ്പര്യമായിട്ട് ഈ ആചാരം നടത്തിക്കൊണ്ടിരുന്നു. സ്നാപക യോഹന്നാൻ വന്നു, യേശുവിൻ്റെ സമയമായി, യേശു ലോകപാപങ്ങൾ ഏറ്റെടുക്കേണ്ട സമയമായി. ആ സമയത്തിന് മുൻപ്, അവൻ്റെ പരസ്യജീവിതത്തിന് തൊട്ട് മുമ്പ് യേശു കടന്നു വന്നപ്പോൾ സ്നാപക യോഹന്നാൻ, ജോൺ ദ ബാപ്റ്റിസ്റ്റ് ഇങ്ങനെ പറഞ്ഞു, ഇനി നിങ്ങളൊരു മൃഗത്തിൻ്റെ മേൽ, ഒരാടിൻ്റെ മേൽ പാപം ആരോപിച്ച് ആ ആടിനെ കൊണ്ടുപോയി ഈ പാറക്കെട്ട് തള്ളിയിട്ട് കൊല്ലുന്ന പതിവൊന്നും വേണ്ട, ആ ചടങ്ങൊന്നും വേണ്ട. ഈ ഒരൊറ്റ വചനത്തിൻ്റെ ധ്വനി അല്ലെങ്കിൽ അർത്ഥം അതാണ്. ഇനി അങ്ങനെയൊന്നും ചെയ്യണ്ട. ഈ കടന്നു വരുന്ന ആളാണ് ലോകത്തിൻ്റെ പാപം വഹിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. യേശുവാണ് ആ പാപം വഹിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞാൽ മനുഷ്യവർഗത്തിൻ്റെ മുഴുവനും പാപങ്ങൾ ഈശോ ഏറ്റെടുക്കാൻ ഈ ലോകത്തിലേക്ക് വന്നു. അവൻ ആ പാപങ്ങൾ ഏറ്റെടുക്കുന്ന പ്രക്രിയ, അതിനെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് വലിയ ആഴ്ചയിൽ ധ്യാനിക്കും. അതായത് യേശു മനുഷ്യവർഗത്തിൻ്റെ പാപങ്ങൾ ഏറ്റെടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? മത്തായി 1:21 വചനമുണ്ട്. ഗബ്രിയേൽ മാലാഖ പറയുകയാണ്, നീ അവന് യേശു എന്ന് പേരിടണം, എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. മർക്കോസ് 2:5 ഈശോ പറയുന്നുണ്ട്, മകനെ നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ പാപം ക്ഷമിക്കപ്പെട്ടു എന്നുള്ളതിന് തെളിവായിട്ട് മർക്കോസ് 2:10 ഈശോ പറഞ്ഞു, മനുഷ്യപുത്രൻ്റെ ഭൂമിയിൽ പാപം ക്ഷമിക്കാൻ അധികാരമുണ്ടെന്ന് നീ അറിയേണ്ടതിനായിട്ട് നീ എഴുന്നേറ്റ് കിടക്കെടുത്ത് നടക്കുക എന്ന് പറഞ്ഞ് തൽക്ഷണം ആ അത്ഭുതം അവിടെ സംഭവിച്ചു. അപ്പോൾ പാപം ക്ഷമിച്ചു എന്ന് പറഞ്ഞത് ക്ഷമിക്കപ്പെട്ടു, ദൈവത്തിന് മാത്രമേ പറ്റുള്ളൂ എന്ന് യഹൂദർ വിശ്വസിച്ചിരുന്നു. ഈശോയുടെ അടയാളമായി താൻ ദൈവമാണ് തെളിയിക്കാൻ വേണ്ടി അവൻ്റെ പാപം ക്ഷമിച്ചു എന്ന പ്രസ്താവനയുടെ തൊട്ടുപുറകെ അവൻ്റെ രോഗം മാറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് രോഗം മാറിയപ്പോൾ പാപം ക്ഷമിക്കപ്പെട്ടു എന്ന് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. യോഹന്നാൻ 8:34 ഈശോ പറയും, പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണ്. യോഹന്നാൻ 8:36 ഈശോ പറഞ്ഞു, പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകും. അതെങ്ങനെയാണ്? യോഹന്നാൻ 8:32 നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. സത്യം എന്താണ്? യോഹന്നാൻ 17:17 അവിടുത്തെ വചനമാണല്ലോ സത്യം. അപ്പോൾ വചനം എന്താണ്? യോഹന്നാൻ 1:1 ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പോൾ ആരാണ് ഈ വചനം? യോഹന്നാൻ 1:14 വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. അപ്പോൾ ലോകപാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായ ഈശോ നമ്മുടെ പാപം ക്ഷമിക്കുന്നവനാണ്. അത് യോഹന്നാൻ ശ്ലീഹ തന്നെ 1 യോഹന്നാൻ 1:7 പറഞ്ഞിട്ടുണ്ട്. ഇതാ അവിടുത്തെ പുത്രന യേശുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളും നമ്മളെ ശുദ്ധീകരിക്കുന്നു. അപ്പം ഈശോ തൻ്റെ പാപപരിഹാര ബലിയുടെ യോഗ്യതയാൽ നമ്മളെ എല്ലാവരെയും ശുദ്ധീകരിക്കുകയാണ് ചെയ്യുന്നത്. പാപത്തിൻ്റെ ദാസ്യത്തിൽ മോചിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പിശാചിൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ
പാപവിമോചകനായ, ലോകത്തിൻ്റെ പാപം വഹിച്ചതിന് പരിഹാര ബലി അർപ്പിച്ച ഈശോ മിശിഹായുടെ പാപപരിഹാര ബലി, അതാണ് നമ്മുടെ അൾത്താരയിൽ അർപ്പിക്കപ്പെടുന്ന ബലി. ആ ബലിയിലൂടെയാണ് നമുക്ക് രക്ഷ കിട്ടുന്നത്. യേശുവിലൂടെ നടന്ന ഈ പാപങ്ങൾ ഏറ്റെടുത്ത് പരിഹാരം ചെയ്യുന്ന അതിനെക്കുറിച്ചുള്ള കൂടുതൽ ധ്യാനത്തിലേക്ക് നമ്മൾ അടുത്ത ദിവസം കടന്നു വരും. നമുക്ക് യേശുവിലേക്ക് തിരിയാം. യേശുവിൻ്റെ പാപപരിഹാര ബലിയുടെ യോഗ്യത പ്രാപിക്കാൻ വേണ്ടി ഒരുങ്ങുകയും ചെയ്യാം. ഈ നോമ്പ് കാലത്ത് ഈശോയെ, പാപപരിഹാര ബലിയുടെ യോഗ്യത പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന ഞങ്ങൾക്ക് അങ്ങനെയുള്ള വിശ്വാസം വഴി, അങ്ങനെയുള്ള സമർപ്പണം വഴി, അങ്ങയോട് ചേർന്ന് ജീവിച്ചുകൊണ്ട്, അങ്ങേ അനുസരിച്ചുകൊണ്ട് ആ പാപ വിടുതലും വിമോചനം പ്രാപിക്കാൻ സഹായിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.